ചോറിത്രയുള്ളൂ. തികഞ്ഞില്ലേ? ആ സമയത്ത് അവരടുത്ത് വന്നു കയറിയെന്ന ഒരു വിചാരമില്ല. നമുക്കില്ലെങ്കിലും സാരില്ല. ഏട്ടൻ വരുമ്പോ ഊണ് കൊടുക്കണ്ടേ? സാരമില്ല, നമുക്ക് ഇത്തിരി അരി ഇടാം. കൊണ്ടുവയ്ക്കോ. കേസ് കിട്ടിയില്ലെങ്കിലും ദിവസം 2 ജാമ്യ കേസ് കിട്ടിയ കുറഞ്ഞത് 200 റുപ്യ വീഴും. പോരെ? പോരാ, വെറും 200 റുപ്യക്ക് വേണ്ടിയായിരുന്നെങ്കിൽ ഏട്ടൻ പറയുന്ന പോലെ 2 കാളയെ പൂട്ടിയാൽ മതി. രാമൻകുട്ടി മേനനെ പോലെ നല്ലൊരു വക്കീലാവണം. അമ്പികേ കേക്കടി, രാമൻകുട്ടി മേനന്റെ ഒരു ഹിയറിങ്ങിന് 3000 കുറഞ്ഞ ഫീസില്ല. എന്റെ അമ്മേ, 3000? ആ കളിക്കണ കളിയാ. കുറച്ച് ചോറിട്ട്. ഞാൻ എണീക്കണു, എന്റെ കൈ ഉണങ്ങി. എണീറ്റു എണീറ്റു. ഉണ്ണുമ്പോ എനിക്ക് സാവധാനം ഇരുന്ന് ഉണ്ണണം. എനിക്കിവിടെ വന്ന വിശപ്പ് കൂടുതലാ. അതിപ്പോ എവിടെ ചെന്നാലും കുറവൊന്നുമില്ല. കഴിഞ്ഞ കൊല്ലം പനയൂർ ചെറിയച്ഛന്റെ മോളുടെ കല്യാണത്തിന് 2ാം മന്തി തുടങ്ങിയിട്ടും ദിവാരേട്ടനിരുന്ന് തട്ട് തന്നെ. അവിടെ പിള്ളേര് കളിയാക്കി പറയണ കേട്ടപ്പോ എന്റെ തോലൊരിഞ്ഞു പോയി. ഒന്നും മിണ്ടാതിരിക്കടി. കുഞ്ഞമ്മായി, അന്ന് നമ്മളൊരു പേരിട്ടില്ലേ, പീറ്ററപ്പായി. അതിന് ഇത്ര കളിയാക്കി ചിരിക്കാൻ എന്താ ഉള്ളേ? ഓടി അവിടുന്ന്. വയസ്സിന് മൂത്താരോടാ കളി പറയണേ. പിള്ളേരുടെ മുഖം കഴിയിക്കേ. വാ. മതി തിന്നത്. ഏയ്, അവളൊരു പൊട്ടത്തരം പറഞ്ഞതാടി. അതിന് നീ ദേഷ്യപ്പെടുവൊന്നും വേണ്ട. ഊണ് കഴിക്കുന്നത് അവരവരുടെ തൃപ്തിക്ക് കഴിക്കണം. ദിവാകരന് ഇഷ്ടം പോലെ കഴിക്കും. എന്നാ പിന്നെ ഞാനും ഒന്ന് കൈ കഴുകിയിട്ട് വരാം. മാലോ, ആ ദിവാകരൻ എപ്പോഴെത്തി? കുറച്ചു നേരമായി. ഇരിക്കു ദിവാകര. ഊണ് കഴിച്ചോണ്ടിരിക്കുമ്പോ രാജാവ് വന്നാലും എഴുന്നേൽക്കണ്ടെന്നാ. എന്തേ കുഞ്ഞമ്മാമേ? രാജാവ് വന്നാലും ഞാൻ എണീക്കില്ല. ഏട്ടൻ വന്നാ ഞാൻ എണീറ്റ് പോകും. ഇനി ഇരിക്കാലോ. 2 ദിവസം കൊണ്ടൊക്കെ തീർത്തോളാം. എന്നിട്ട് ഉപ്പില്ല മുളകില്ലാന്ന് പരാതി. ഞങ്ങളാരും പുറത്ത് വിൽക്കുകയൊന്നുമല്ല. കുടുംബത്തെ ആവശ്യങ്ങൾക്ക് തന്നെ എടുക്കണേ. ഏട്ടനിരിക്കൂ. ആ, നമുക്ക് ഒരുമിച്ചിരിക്കാം. കുഞ്ഞമ്മാമ ഇരുന്നോട്ടെ. ആ എന്നാ കുഞ്ഞമ്മാമ വരുന്നോളൂ. കുഞ്ഞമ്മാമക്കല്ലേ വിശപ്പും ദാഹമൊക്കെ. ബാക്കി എല്ലാരും ഉണ്ടല്ലേ? ഇനിയിപ്പോ അരി ഇടാനൊന്നും നിൽക്കണ്ട. വിശന്നിട്ട് വയ്യ. അവലിരിപ്പില്ല ഇവിടെ? കുറച്ച് നനച്ചിട്ട്. നമുക്കിതൊക്കെ ശീലമല്ലേ? ഏ വല്യമ്മാമയെ കണ്ടില്ലെന്നും പറഞ്ഞ് 2 ആൾക്കും വലിയ വിഷമം. എന്താണ് കൊല്ല? എത്രയല്ലേ അവള്? പറയടി വല്യമ്മാമയോട്. 3ലേക്ക്. ഇവള് പഠിക്കാൻ മിടുക്കിയ. ഇവളെയും ചേർക്കണ ഇക്കൊല്ലം. ആ കൊല്ല ഉണ്ണിമോനെയും ചേർക്കണം. വീട്ടിലെ ശല്യം കുറയുമല്ലോ. എന്റെ മക്കളെ കൊണ്ട് ഒരു ശല്യം ഇല്ല. ഇവള് കലാകാരിയാ. പാട്ടൊക്കെ പാടും. വല്യമ്മാമയ്ക്ക് ഒരു പാട്ട് പാടി കൊടുക്കുമോളെ. രണ്ടിനും എന്നെയും ദിവാരേട്ടനെക്കാളും ഇഷ്ടം വല്യമാമയാ. ഞാൻ പറഞ്ഞു 2 കൊല്ലം കൂടി കഴിഞ്ഞാ ഇവിടെ നിന്നോളാൻ. നിന്നോട്ടെ. മക്കൾക്ക് നിക്കണോ വല്യമ്മാമ്മയുടെ കൂടെ? വേണ്ട. അപ്പൊ നീ പറയാറുള്ളത് നിക്കണോന്ന്? എന്താ എടുത്തി പാത്രത്തിൽ മൂടിക്കൊണ്ടുവരണത്? ഇത്തിരി അവല് നനച്ചതാ. ആ കുട്ടികൾക്ക് കൊടുക്കടി. വല്യമ്മായി അവല് തരും. കുട്ടികൾക്ക് താഴെ കൊടുക്കാം. അങ്ങോട്ട് വന്നോട്ടെ. വേണ്ട, എന്റെ മക്കൾ അവല് കാണാണ്ട് കിടക്കൊന്നല്ല. ഒളിച്ചു കൊണ്ടുവന്നല്ലേ? തിന്നോ. ആരെ ഒളിച്ചു? നിന്നെ നിന്റെ പിള്ളേരെയാ. കഷ്ടാണ് അമ്പിയെ അങ്ങനെ പറയണത്. വടി. ഇനി എന്നോട് ചോദിക്കാതെ ഒരു സാധനം ഇവിടെ തിന്നിട്ടുണ്ടെങ്കിൽ അറിയാം. ആരല്ലടി അവളൊരു പൊട്ടിക്കാളിയെന്നറിയില്ലേ നിനക്ക്? അവളറിഞ്ഞു ഇത് നമ്മുടെ ഉച്ചയൂണെന്ന്. നളിനിയോ? അവൾ അടുക്കളയിൽ ഇരുന്ന് കഴിക്കണം. അത് കണ്ട ഇനി അവിടെ ബഹളാവോ? എടുക്ക.
കഴിക്കടി. കരീംക്ക 1 കിലോ എല്ലില്ലാണ്ട്. ആരാ പെരുന്നാര്? അമ്പികടത്തെയും ഭർത്താവ് വന്നിട്ടുണ്ട്. അതോ എന്ന് വന്ന്? 3-4 ദിവസമായി. കരീമേ കുറിച്ചു വെച്ചോ, ഈ മാസത്തെ പലിശ കാശ് കുറയ്ക്കാം. ആ, അപ്പൊ കാണാം. ശരി. എന്റെയും ഇങ്ങടെ ഏട്ടന്റെ ഒക്കെ കായ് കൊണ്ട് തിന്നണ ഹമുക്കാണ്. കയ്യില് വരണ കാശൊക്കെ എങ്ങടാ പോണേന്നൊരു പിടിയില്ല. പുറമെ നിക്കണവർക്ക് ഇന്ത്യയിൽ പൂത്ത പണണ്ടെന്നാ ധാരണ. വലിയ മാളിയം വീടൊക്കെ അല്ലേ കാണണേ. നല്ല കാലത്ത് കാരണവന്മാരുണ്ടാക്കിയിട്ട് അതുകൊണ്ട് എത്ര പേർക്ക് വേണേലും താമസിക്കാം. അതെന്നെ മഹാഭാഗ്യം. ആ എടുത്തി ആ കുട്ടികളെ ടോയ്ലറ്റിൽ മൂത്രം ഒഴിപ്പിക്കുകയും കക്കുസക്കരിത്തൊക്കെ ചെയ്യണേ. അല്ലാതെ പിന്നെ എന്റെ പുസ്തകമൊക്കെ എടുത്ത് ചീത്തയാക്കാതെ നോക്കണം. ഭയങ്കര വിലയാ ഓരോന്നിനും. നീ ഉരുകണ്ട, നിന്റെ മക്കൾ അതൊന്നും തൊട്ട് നോക്കും കൂടി ഇല്ല. അതുകൊണ്ട് നീ പേടിക്കണ്ട. അവറ്റങ്ങളുടെ അച്ഛനായിട്ടില്ല പതിവ്. പുസ്തകം കണ്ടാൽ അയ്യേ ഏതാണ്ട് വൃത്തിയായിട്ട സാധനം കാണുന്ന പോലെ. മനസ്സിലായി. അമ്മ കിടന്നു, ഞാൻ ചെയ്തോളാം. ഏട്ടാ, ഞങ്ങള് വന്നിട്ട് ആഴ്ച 1 കഴിഞ്ഞു. ഏട്ടനൊന്നും പറഞ്ഞില്ല. ഞാൻ എന്താ പറയണ്ടേ? 3 ഏക്കർ ഭൂമിയും 24 പറക്കും നിലവല്ലേ ആകെയുള്ള മുതല്. അതിൽ നിന്റെ ഭാഗം തരണോണ്ട് എനിക്ക് യാതൊരു വിരോധവും ഇല്ല. വിറ്റാൽ ഈ മലമൂട്ടിൽ നല്ല വില കിട്ടില്ല. എന്നാ നിങ്ങൾ വന്ന് പണിയെടുക്കൂ, അതും ഉണ്ടാവാൻ പോണില്ല. എടുക്കുവായിരുന്നെങ്കിൽ ഇവന്റെ ഭാഗത്തിൽ കിട്ടിയ ഭൂമി പെട്ടാപ്പെട്ടവലേക്ക് വിട്ടുകളയോ? ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൊണ്ട് പറഞ്ഞു പോയതാണ്. ബുദ്ധിമുട്ട് ഇവിടെ ഇല്ലേ ദേവാകര? നിന്റെ ഭാരം എന്താന്നാ കരുതിയ നീ? ഇത്രയും വലിയ കുടുംബം നോക്കണം. കൊല്ലം നിങ്ങൾക്ക് ചെലവുള്ള നെല്ലും അരിയും നാളികേരവും തരണില്ലേ? കുട്ടികളെ പഠിപ്പ്, നീ ഉടുത്തിരിക്കുന്ന മുണ്ടും ഷർട്ടും, ഇവൾക്കുള്ള തുണികള്, എന്തിന് തലയിൽ തേക്കാനുള്ള വെളിച്ചെണ്ണവരെ കൊണ്ടുപോകണല്ലോ ഇവിടുന്ന്. ഇതൊക്കെ ഈവളൻ ഉണ്ടാക്കണ ഈ കാണുന്ന മണ്ണെന്നാ. അത് ഭാഗിച്ച് തരണമെന്ന് പറഞ്ഞാൽ തരാം. ഈ കുടുംബം നോക്കാൻ എനിക്ക് ബാക്കിയുള്ള മണ്ണ് മതി. പക്ഷെ അതോടെ തീർന്നു. പിന്നെ ഒരു കാന്താരി മുളക് ഇവിടെ നിന്ന് കിട്ടുമെന്ന് കരുതണ്ട. ഇവളോട് ഞാൻ പറയാറുള്ളതാ, ഏട്ടന്റെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണം. എത്ര ബുദ്ധിമുട്ടിയാലും നമുക്ക് 1000-2000 വേണമെങ്കിൽ ഏട്ടൻ തരാതിരിക്കൂ. എന്റെ ബുദ്ധിമുട്ട് പറഞ്ഞ എല്ലാവർക്കും സ്വരിക്കട. എന്റെ മക്കളെ ഗതി. അതൊക്കെ അങ്ങനെ നടക്കും. ഏട്ടൻ സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങും. ഞാൻ ഒരു 1000 ഉറുപ്പ്യ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാന്നുള്ളത് പറഞ്ഞു. ഉവ്വ്. താന വരുമ്പോ തക്കര നിൽക്കുന്ന കണ്ണശി പശുവിന്റെ കയ്യോ കാലോ രണ്ടാലൊന്ന് തട്ടി മുട്ടി മൽത്തിക്കട. എന്തേടി? ഒന്നുമില്ല. എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. പറഞ്ഞിട്ട് വഴക്കും ബഹളമൊന്നും ഉണ്ടാക്കരുത്. ആലോചിച്ച് ചെയ്യേണ്ട കാര്യ. കാര്യം എന്താന്ന് പറ. കുറച്ചു ദിവസം മുമ്പ് സുധയുടെ കൂടെ പഠിക്കണതാന്ന് പറഞ്ഞൊരു ചെക്കൻ വന്നിരുന്നു. ഞാൻ കണ്ടില്ല, നളിനിയാ കണ്ടേ. പശുവിനെ കെട്ടാൻ പോയപ്പോ നമ്മുടെ ഇടവഴിയിൽ നിന്നവർ സംസാരിക്കണ കണ്ട്. അയാളുടെ പെരുമാറ്റം അത്ര ശരിയില്ലാന്നാ നളിനി പറഞ്ഞത്. എന്നിട്ടെന്താ എന്നോട് പറയാഞ്ഞേ? ഞാൻ അവളോട് ചോദിച്ചു. അപ്പൊ ഒന്നുമില്ലെന്നൊക്കെ എന്നോട് പറഞ്ഞത്. പക്ഷേ ഇന്ന് അവൾക്കൊന്നൊരു കത്തിയാൻ കണ്ടു. അവര് തമ്മിൽ ഇഷ്ടത്തിലാന്നല്ല, അതൊരു നല്ല ഇഷ്ടമല്ല. കത്തവിടെ? പക്ഷെ വഴക്കൊന്നും ഉണ്ടാക്കല്ല വേണ്ടത്, പറഞ്ഞു മനസ്സിലാക്ക വേണ്ടത്. കത്തങ്ങളാടി. ഡാർലിംഗ്, അന്ന് ഞാനിവിടെ വന്നപ്പോൾ നിന്നോട് ശരിക്കും സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല. അപ്പോഴാണല്ലോ കസിൻ വന്നത്. കസിൻ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ അല്ലേ? ഞാൻ വരുമ്പോഴൊക്കെ ചേട്ടന്റെ കുട്ടികളെയും കുട്ടികളുടെ വരവ് നിർത്തണം. ആൺകുട്ടി കുഴപ്പമില്ല, പെൺകുട്ടിയെ പേടിക്കണം, അവൾ കുഴപ്പമുണ്ടാക്കും. ഏതായാലും ഇനി പ്രശ്നമില്ല. അടുത്ത തിങ്കളാഴ്ച കോളേജ് തുറക്കുകയാണല്ലോ. തിങ്കളാഴ്ച കോളേജിൽ പോകണ്ട. അന്ന് നമുക്കൊരു സ്ഥലം വരെ പോകാം. നീ വരണം, ഞാൻ എന്റെ കാർ കൊണ്ടുവരാം. കാലത്ത് 9 മണിക്ക് അരോമ തിയേറ്ററിന്റെ മുന്നിൽ കാറുമായി ഞാൻ കാത്തു നിൽക്കാം. വൈകുന്നേരം 4 മണിക്ക് മുമ്പ് തിരിച്ചെത്താം. ഇക്കാര്യം മറ്റാരോടും പറയരുത്. വിനോദ്. ബഹളം ഉണ്ടാക്കരുത്, ആലോചിച്ച് കൈകാര്യം ചെയ്യണം. കൊല്ലം ഞാനൊരറ്റം.
കുടുംബം മുടിക്കൂടി. ഇതിനാണോ നിന്നെ കൊടലാച്ചത്? ഇതിനാണോ നിന്നെ കൊടലാച്ചത്? കഷ്ടപ്പെട്ട് വളർത്തണം ഇതിനാണോ? എന്താ തലയ്ക്ക് പ്രാന്താ? മാറിയേ എന്താ ഇത്? ഇങ്ങനെ തല്ല മാത്രം എന്ത് തെറ്റാ ഇവിടെ ചെയ്തേ? അവളോട് ചോദിച്ചു നോക്കണം. എന്താടി? ഒന്നും അറിയില്ല, പച്ച പാവം. ഇങ്ങനെ പഴച്ചു പോകാൻ വേണ്ടിയല്ല ചോര നിരക്കി ഞാൻ ഈ പെടാപ്പാട് പെടുന്നത്. ഇവിടെ കോളേജിൽ പോണോ പഠിക്കാൻ വേണ്ടിയല്ല, കണ്ട ആമ്പിളരോട് ചുറ്റാനാ. നീ എന്തായി പറയണേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. ഇത്ര മനസ്സിലാക്കിയാ മതി. മോളെ വേഗം കെട്ടിച്ചു വിടാൻ ആലോചിക്ക, ഇല്ലെങ്കിൽ കുടുംബത്തിന് നല്ല പേരുണ്ടാക്കി തരും. നീ പഠിക്കാനെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ കൊല്ലു ഞാൻ. എന്റെ മോൾ അച്ഛൻ പറയണ പോലെ കേട്ട് നടക്കണം കേട്ടോ. അച്ഛൻ തല്ലിയത് മോളോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല. അച്ഛനോട് മോക്ക് ഇഷ്ടണ്ടോ? മതി അച്ഛനും മോളും വർത്താനം പറഞ്ഞത്. വന്ന് കിടക്ക്. മോള് പോയി കിടന്നോ? ഉണ്ണിമോൻ ഉറങ്ങിയോ? ഇല്ല. ഉണ്ണിമോൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞോടാ. കുട്ടി വല്ലാണ്ട് പേടിച്ചു. ഇങ്ങനൊരു വേഷം കണ്ടിട്ടില്ലല്ലോ. എല്ലാരും ഊണ് കഴിച്ച് കിടന്നു. നമുക്ക് വല്ലതും കഴിച്ച് കിടക്കണ്ടേ? നീ കഴിച്ചോ? എനിക്ക് വിശപ്പില്ല. സുധയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടോ? ഹേയ്, തെറ്റവൾക്ക് മനസ്സിലായി. എന്റെ തോളത്തിട്ട് വളർത്തിയ കുട്ടിയാ. വളർന്ന് വലിയ പെണ്ണായിരുന്നു ഞാൻ അറിഞ്ഞില്ല. പണം കുട്ടിയാന്നാ എന്റെ വിചാരം. മോളെ, കോളേജിൽ പോണ്ടെന്ന് വലിയേട്ടൻ പറഞ്ഞത് അപ്പോഴത്തെ ദേഷ്യം കൊണ്ടാ. ഒരു ചീത്തപ്പനുണ്ടായ പിന്നെ വലിയേട്ടൻ ജീവിച്ചെന്നിട്ട് എന്താ ഫലം? എനിക്ക് വിഷമേ ഇല്ല. എനിക്ക് മനസ്സിലായി എന്റെ തെറ്റ്. പഠിത്തം മുടക്കണ്ട. നാളെ മുതൽ കോളേജിൽ പോയിക്കോ. വേണ്ട, എനിക്ക് എന്നെ പേടിയാ. ഞാൻ കാരണം ചീത്തപ്പേരുണ്ടാവണ്ട. ഞാൻ ഇനി പഠിക്കണില്ല. അല്ലെങ്കിൽ വേണ്ട. വലിയേട്ടൻ നല്ലൊരു ചെറുപ്പക്കാരനെ കണ്ടുപിടിക്കും. എന്റെ മോളുടെ കല്യാണം വലിയേട്ടൻ ആഘോഷമായിട്ട് നടത്തും. ഇങ്ങനെ ഒറ്റക്കൊമ്പലെ കിളിയെ പോലിരിക്കാണ്ട് എല്ലാവരും പകർത്തിന്നിരിക്കും അല്ലേ? മഴ എന്നാലും നല്ലോണം പെയ്തിരിക്കണ്. കാട് വെട്ടാണ്ടായപ്പോ മഴയും മഞ്ഞും ഒക്കെ കാര്യത്തിനാ. ഒന്ന് തോർന്നെങ്കിലും വൈകുന്നേരം ഇനിയും പെയ്യും. പെയ്യട്ടെ പെയ്യട്ടെ, നല്ലോണം പെയ്യട്ടെ. ഏട്ടാ ഏട്ടാ ഏട്ടാ, എന്റെ റിസൾട്ട് വന്നു. ഏട്ടാ ഞാൻ ജയിച്ചു. ഏട്ടൻ പറഞ്ഞില്ലേ ക്ലാസ് വാങ്ങണമെന്ന്. എനിക്ക് ക്ലാസ് ഉണ്ട്, ഫസ്റ്റ് ക്ലാസ്. വിജയൻ പരീക്ഷ ജയിച്ചു. അൽഹംദുലില്ലാഹ്. ഏട്ടാ, അച്ഛന്റെ വലിയ ആശയം അത് നടന്നു. അച്ഛൻ ആശിച്ചത് ഏട്ടനെ വക്കീലാക്കണം എന്നല്ലേ? അതെ, ഞാനായാലും നീയാലും ഒന്നു തന്നെയല്ലേ. ഇപ്പോ എന്ന് മുതൽക്കാ കോടതി പോണ്ടേ? LLB പാസ്സായതുകൊണ്ട് മാത്രം വക്കീലായില്ല. ഇനി സർട്ടിഫിക്കറ്റ് വരണം, ബാർ കൗൺസിൽ എൻറോൾ ചെയ്യണം. എൻറോൾമെന്റിന് ശേഷം അഡ്വക്കേറ്റ് വിജയകുമാരൻ നായർ. ഭഗവാനെ മത്തായിച്ചോ, മത്തായിച്ചോ. ഇവിടെ ഒരു ബെല്ല് വെച്ചിട്ടുണ്ട്, അത് ഞെക്കിയാ മതിയല്ലോ. മറന്നു ഇല്ലേ ഇവിടെ? ആ, ഇരിക്കി. താനായിരുന്നു. ഞാനൊന്ന് കിടക്കുകയായിരുന്നു. ഊണ് കഴിഞ്ഞാൽ എനിക്കൊന്ന് മയങ്ങണം. എന്താ വിശേഷിച്ച്? എനിക്ക് ഇത്തിരി കാശ് വേണം. കാശൊന്നും ഇരിപ്പില്ലല്ലോ രാഘവന്നാരെ. അയ്യോ, അങ്ങനെ പറയരുത്. എന്റെ അനിയൻകുട്ടി വക്കീലായി. തൃശ്ശൂർ ഇമ്മടെ രാമൻകുട്ടി എന്റെ കീഴിൽ പഠിക്കാനുള്ള ഏർപ്പാടുമായി. അവന്റെ ഒരു സാറ് തന്നെ ശരിയായി കൊടുത്തതാ. പാന്റും കോട്ടും ഗൗണും ഒക്കെ വാങ്ങണേ. എന്റെ ആണേ 10 പൈസ ഇല്ല. എനിക്ക് ഇത്തിരി കാശ് തന്നേ പറ്റൂ. അല്ല രാഘവന്നാരെ, എനിക്ക് കുറച്ച് കാശ് താൻ ഇങ്ങോട്ട് തരാനുണ്ടല്ലോ. അതോ? അതൊക്കെ ഞാൻ തരും. എന്റെ കുറി ഇപ്പൊ വട്ടോത്തും. ഇപ്പൊ നിങ്ങൾ എനിക്കൊരു 5000 ഉറുപ്പ്യ തന്നാ മതി. ആലോചിക്കാനൊന്നുമില്ല. രാഘവന്നാരെ നിങ്ങളെ തട്ടിക്കാൻ പറ്റിക്കൊന്നുമില്ല. അതുകൊണ്ടൊന്നുമല്ല. അന്നാമേ, എന്തോ ആ മേശയിൽ എന്റെ ബാഗ് ഇരിപ്പുണ്ട്, അതിങ്ങ് എടുത്തോണ്ട് വന്നേ. എന്റെ ബുദ്ധിമുട്ടൊക്കെ തീരും മത്തായിച്ചോ. 2 കൊല്ലം അങ്ങോട്ട് കഴിയട്ടെ. പെങ്ങളും പഠിക്കുന്നില്ലേ? ഉവ്, ഇതിപ്പോ 2ാം കൊല്ല BA ക്ക്.
ഇനിയൊക്കെ അവൻ നോക്കിക്കോളും.